ഹായ്, ഞാൻ എൻ്റെ മലയാളി ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ കൊച്ചു കൂട്ടുകാർ, പൈലറ്റ്സ് ആവാൻ ആഗ്രഹിക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടിടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ജോബ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മാത്രം ഞാനിവിടെ പറയുന്നു. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്കിത് സഹായമാകുമെങ്കിൽ എനിക്കത് സന്തോഷമുള്ള കാര്യമായിരിക്കും. ഞാൻ 2003 മുതൽ ഇന്ത്യൻ ഏവിയേഷനിലുള്ള ആളാണ്. 2007 ഞാൻ US പോയി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുത്തു വന്നു. 2016 മുതൽ ഞാൻ എയർബസ്, അത് കഴിഞ്ഞ് ഇപ്പോൾ 787 ഡ്രീം ലൈനറിൽ പൈലറ്റാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ജോബ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ കുറച്ച് വശങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഒന്ന്, മുമ്പത്തെ പോലെയല്ല. മുമ്പ് നമ്മൾക്ക് ഒരു ഫ്ലൈയിങ്ങിന്റെ ഞാൻ പഠിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 2 മാസം മുമ്പ് വരെ, ഞാൻ പഠിച്ചിറങ്ങുന്നത് US നിന്ന് വരുന്നത് 2007-2008 കാലഘട്ടത്തിലാണ്. അതിനൊരു 2-3 മാസം മുമ്പ് വരെ നമ്മുടെ വീട്ടിൽ ട്രാൻസ്പോർട്ട് വരുമായിരുന്നു പൈലറ്റ്സിനെ ചൂസ് ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടിയിട്ട്, ചൂസ് എന്നല്ല, പിക്ക് ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടിയിട്ട്. അത്രയ്ക്കും സ്കാർസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ഇന്ത്യ ഒട്ടാകെ ഒരുപാട് സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികൾ പുറത്തു പോകുന്നുണ്ട്. പിന്നെ ഇൻഡിഗോ, എയർ ഇന്ത്യ പോലെയുള്ള കമ്പനികൾ കേഡറ്റ് പൈലറ്റ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട്. കേഡറ്റ് പൈലറ്റ് പ്രോഗ്രാമിംഗ് എന്തെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും. കമ്പനി തന്നെ ഇനിഷ്യലി ചൂസ് ചെയ്യും, എന്നിട്ട് അവർ ട്രെയിനിങ് നിങ്ങൾക്ക് തരും. അതിന്റെ ട്രെയിനിങ് കോസ്റ്റ് അറൌണ്ട് 1.3 to 1.8 crore വരെയാണ്. പക്ഷെ അതിലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനിയിൽ വേക്കൻസി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ പ്രയോറിറ്റി കിട്ടും. അത് കഴിഞ്ഞ്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ പുറത്ത് കേരളത്തിലെ ഒരു കരിയർ ഗൈഡൻസ് സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈയിങ് സ്കൂളിൽ പോയി സെപ്പറേറ്റ് എക്സാം എഴുതി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ US എവിടെയെങ്കിലും പോയി ലൈസൻസ് എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവരുടെ വേക്കൻസി കവർ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ വേക്കൻസി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് കിട്ടുമായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിലകത്തും ദർ ആർ മെനി ഫ്ലൈയിങ് സ്കൂൾസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാത്തിനും ഉപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഫ്ലൈയിങ് എടുത്തു കഴിഞ്ഞ് വന്നാൽ തന്നെ ഇഷ്ടംപോലെ പൈലറ്റ്സ് ഇന്ത്യയിലുണ്ട്. പൈലറ്റ്സ് ഇപ്പോൾ എല്ലാ വർഷവും കോളേജ് എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും പഠിച്ചിറങ്ങുന്നത് പോലെ പൈലറ്റ്സും പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പം വേക്കൻസിയും അതുപോലെ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം കഴിവതും പഠിക്കാൻ പോകുന്ന ഒരു 12th ക്ലാസ് കഴിഞ്ഞ് കണ്ണുമടച്ച് പോകുന്നതിന് പകരം ഐ വുഡ് അഡ്വൈസ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഏവിയേഷനിലേക്ക് വന്നത്. പക്ഷേ അതിനെല്ലാത്തിനുപരി ഒരു മെഡിക്കലി നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആവാം.